Hello students, so we are back with another video which is going to discuss about association of persons. അത് സെയിം മോഡ്യൂളിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ അസസ്മെൻറ്റ് ഓഫ് ഫേം നോക്കി, അതേപോലെ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്ന ആസ്പെക്റ്റിൽ അവരുടെ അസോസിയേഷൻ ഓഫ് പേഴ്സൻ്റെ ഇൻകം എങ്ങനെയാണോ നമ്മൾ കൺസിഡർ ചെയ്യുക, ഹൗ ദ ടാക്സ് വിൽ ബി കാൽക്കുലേറ്റഡ് എന്നുള്ള ആസ്പെക്ട്സ് ആണ് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. The Indian Income Tax Act 1961 defines AOP as an integration of persons for a mutual benefit or a common purpose. സാധാരണഗതിയിൽ AOPയും BOI ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് നമ്മൾ സിനോണിമസ് ആയിട്ട് ഉപയോഗിക്കുമെങ്കിലും ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് മാത്രമാണ്. അസോസിയേഷൻ ഓഫ് പേഴ്സൺസിൽ എ പേഴ്സൺ എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെ വരും? വിൽ ഇൻക്ലൂഡ് എ കമ്പനി ഓർ എൻ ഇൻഡിവിജ്വൽ, രണ്ടും ആവാം. The term person could include any association, body of individuals or company, irrespective of whether it is incorporated or not. അങ്ങനെയാണ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽസിന് തന്നെയുള്ള ഒരു ഗ്രൂപ്പാണ് ഉണ്ടാവുക. ഓക്കെ, നൗ കമ്മിങ് ഓവർ ടു ദ റൂൾസ് അപ്ലിക്കബിൾ ടു AOP അണ്ടർ സെക്ഷൻ 40B. Interest, salary, bonus, commission or remuneration paid by AOP to its members are fully disallowed. ഇതാണ് അതിൻ്റെ മെയിൻ പോയിന്റ്. ബാക്കി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണ്. അസോസിയേഷൻ ഓഫ് പേഴ്സൺസിൽ നമ്മുടെ അതിനകത്തുള്ള മെമ്പേഴ്സിന്, അതിനകത്തുള്ള വ്യക്തികൾക്ക്, അല്ലെങ്കിൽ ആരൊക്കെയാണോ കൂടിയത്, കമ്പനികളുടെ ഒരു അസോസിയേഷൻ ആണെങ്കിൽ ആ കമ്പനീസിന് അവരുടെക്ക് കൊടുക്കുന്ന കമ്മീഷൻ, സാലറി, ബോണസ് ഒക്കെ അവർക്ക് കൊടുക്കുന്ന ഇതൊന്നും ഏത് പേരിൽ കൊടുത്താലും അതൊക്കെ ഡിസലൗഡ് ആണ്. ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ AOP ടു എ മെമ്പർ, അത് ലോണായിട്ടോ ക്യാപിറ്റലിനുള്ളതോ അല്ലെങ്കിൽ വേറെ ബോറോയിങ്സ് ആയിട്ടൊക്കെ ആണെങ്കിൽ പെയ്ഡ് ബൈ AOP വിൽ നോട്ട് ബി അലൗഡ് ആസ് എ ഡിഡക്ഷൻ ഫ്രം ഇൻകം ഓഫ് AOP. അത് AOPൻ്റെ ഇൻകത്തിൽ നിന്ന് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. വേർ ഇൻട്രസ്റ്റ് ഇസ് പെയ്ഡ് ബൈ AOP ടു എനി മെമ്പർ ഹൂ ഹാസ് ഓൾസോ പെയ്ഡ് ഇൻട്രസ്റ്റ് ടു AOP, ദ ഡിഫറൻസ് ഇൻ ഇൻട്രസ്റ്റ് വിൽ ബി ഡിസലൗഡ്. അപ്പോൾ ചില സമയത്ത് നമ്മൾ അസോസിയേഷൻ ഓഫ് പേഴ്സൺ മെമ്പർക്ക് അങ്ങോട്ടും മെമ്പർ ഇങ്ങോട്ടും ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് AOP അങ്ങോട്ടും പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറഞ്ഞിട്ട് മെമ്പർക്ക് ഇങ്ങോട്ടും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് മെമ്പർക്ക് അങ്ങോട്ടും ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് വിൽ ബി ഡിസലൗഡ്. ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം കൂടെ, ഇഫ് ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് പെയ്ഡ് ടു മെമ്പർക്ക് പേ ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റ് ഇസ് ലെസ് ദാൻ ഇൻട്രസ്റ്റ് ചാർജ്ഡ് ഓൺ ഡ്രോയിങ്സ്. ചിലപ്പോൾ മെമ്പർക്ക് നമ്മൾ ലോണിൻ്റെ എമൗണ്ടിൽ പേ ചെയ്യണം, പിന്നെ ഡ്രോയിങ്സ് ആയിട്ട് എടുത്തതുകൊണ്ട് മെമ്പർ ഇങ്ങോട്ടും പേ ചെയ്യാണ്ട് വിചാരിക്കുക. അപ്പോൾ മെമ്പർക്ക് കൊടുത്തതാണ് കുറവെങ്കിൽ ഫ്രം ദ സെയിം മെമ്പർ, ദെൻ nothing shall be disallowed. അപ്പോൾ the difference shall be taxable in the hands of AOP. ആ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻട്രസ്റ്റ് എന്താണ്? ടാക്സബിൾ ആയിരിക്കും അസോസിയേഷൻ ഓഫ് പേഴ്സൺസിൻ്റെ അടുത്ത്. ദെൻ ഇഫ് ദ മെമ്പർ ഇസ് പെയ്ഡ് ഇൻട്രസ്റ്റ് നോട്ട് ഫോർ ഹിസ് ഓർ ഹർ റെപ്രസെൻറ്റേറ്റീവ് കപ്പാസിറ്റി, ദെൻ സച്ച് ഇൻട്രസ്റ്റ് ഷാൽ ബി അലൗഡ്. അപ്പോൾ ഒരു മെമ്പർക്ക് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്, അത് അയാൾ അവിടുത്തെ പിന്നെ മെമ്പർ ആയതുകൊണ്ട് മാത്രമല്ല, ആ മെമ്പറിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് കപ്പാസിറ്റി കൊണ്ടല്ലാതെ വേറെ എന്തെങ്കിലും പർപ്പസിന് നമ്മൾ അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ഒന്നും അല്ലാതെ മെമ്പർ ഇസ് പെയ്ഡ് ഇൻട്രസ്റ്റ് വേറെ ഏതെങ്കിലും ഫോമിൽ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അലൗഡ് ആണ്. Then salary is disallowed even if it is paid to member on behalf of HUF. HUFന് പകരമായിട്ട് വന്നിട്ടുള്ള ഒരു മെമ്പറാണ്, HUFന് വേണ്ടിയിട്ടുള്ള ഒരു മെമ്പറാണെങ്കിൽ പോലും അയാൾക്ക് സാലറി കൊടുത്താലും ആർക്കായാലും സാലറി കൊടുത്താൽ അത് ഡിസലൗഡ് ആണ്. പിന്നെ ഇതിന് ടാക്സ് AOP ഓർ BOI വിൽ ബി അസസ്ഡ് ഇൻ ദ ഫോളോയിങ് 2 മാനേഴ്സ്. അവരുടെ അസസിങ് ഇങ്ങനെയാണ്. വേർ ഇൻ കേസ് ഓഫ് AOP ഓർ BOI ദ ഇൻഡിവിജ്വൽ ഷെയർ ഓഫ് മെമ്പേഴ്സ് ആർ unknown or indeterminate. ഇത് 167B പറയുന്നു. ഇൻഡിവിജ്വൽ മെമ്പേഴ്സിൻ്റെ ഷെയർ അൺനോൺ ആണെങ്കിൽ, അറിയില്ല, ഓരോരുത്തർക്കും എത്ര ഷെയർ ഉണ്ടെന്ന് അറിയില്ല വെച്ചാൽ, അങ്ങനെയും
രണ്ടാമത്തേത് wherein case of AOP or BOI the individual share of members are known on or determinate. അറിയുന്നതാണ്, എത്ര ഷെയർ ഉണ്ടെന്ന് അറിയാം എങ്കിൽ, അങ്ങനെ ഈ രണ്ട് ആസ്പെക്റ്റ് വെച്ചിട്ടാണ് ഇവരുടെ അസസിങ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് കേസ് 167(b)(1 എന്ന് പറയുന്നത് പോലെ when the shares are indeterminate, എത്ര ഷെയർസ് ഉണ്ട് ഓരോരുത്തർക്കൊന്നും നിശ്ചയമില്ലാത്ത സിറ്റുവേഷൻ. അങ്ങനെയാണെങ്കിൽ അവിടെ 3 കേസസ് ആണ്. where the total income of any member of AOP for the previous year excluding her share of income from AOP, AOPയിൽ നിന്ന് കിട്ടിയിട്ടുള്ള വരുമാനം കൂടാതെയുള്ള ടോട്ടൽ ഇൻകം ഓഫ് ദി മെമ്പർ ഓഫ് AOP if it exceeds the exempted limit, ടാക്സിൻ്റെ എക്സംപ്റ്റഡ് ലിമിറ്റ് എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ടാക്സ് വിൽ ബി ചാർജ്ഡ് ഓൺ ടോട്ടൽ ഇൻകം ഓഫ് AOP at MMR, മാക്സിമം മാർജിനൽ റേറ്റിൽ ടാക്സ് ചാർജ് ചെയ്യും AOPക്ക്. അതിൻ്റെ ടാക്സ് റേറ്റ് നമ്മൾ മറ്റതിൽ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ്. STCG ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് വിത്ത് റിലേഷൻ ടു ഷെയർസ് 15% ആണ്, LTCG 20% ആണ്, ക്യാഷ്വൽ ഇൻകം വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 30% ആണ്. ബാലൻസ് എമൗണ്ട് ആണ് MMRൽ മാക്സിമം മാർജിനൽ റേറ്റിൽ നമ്മൾ ടാക്സ് ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ, ഇഫ് ദ ടോട്ടൽ ഇൻകം ഓഫ് എനി മെമ്പർ does not exceed the exempted limit, അവരുടെ exempted ലിമിറ്റ് എക്സീഡ് ചെയ്യുന്നില്ല എങ്കിൽ, അതായത് അസോസിയേഷൻ ഓഫ് പേഴ്സൺസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻകം കുറച്ചിട്ടുള്ള ബാക്കി ടോട്ടൽ ഇൻകം എക്സംപ്റ്റഡ് ലിമിറ്റിൽ താഴെയാണെങ്കിൽ അല്ലെങ്കിൽ എക്സീഡ് ചെയ്യുന്നില്ല എങ്കിൽ ദ ടോട്ടൽ ഇൻകം ഓഫ് AOP ഷാൽ ബി ടാക്സ്ഡ് അറ്റ് ദ സെയിം റേറ്റ് പ്രിവാലൻറ്റ് ടു ഇൻഡിവിജ്വൽസിന് പ്രിവാലൻ്റ് ആയിട്ടുള്ള അപ് ടു 2,50,000 അങ്ങനെയുള്ള ആ റേറ്റിലാണ് നമ്മൾ ടാക്സ് ചാർജ് ചെയ്യുക. നേരെ പോയിട്ട് മാക്സിമം മാർജിനൽ റേറ്റിലേക്ക് പോവില്ല. അവിടെയും ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് എന്താ, ബാലൻസ് STCG 15%, ഇതിലൊന്നും മാറ്റില്ല, LTCG 20%, ക്യാഷ്വൽ ഇൻകം 30%, ബാക്കിയുള്ളതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് റേറ്റ് അപ്ലിക്കബിൾ ടു ഇൻഡിവിജ്വൽസ് ആണ് അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻ കേസ് AOP ഹാസ് എനി മെമ്പർ ഹൂസ് ടോട്ടൽ ഇൻകം ഇൻ കേസ് ഓഫ് ഫോറിൻ കമ്പനി ഓൺലി, ഫോറിൻ കമ്പനിയുടെ കേസസിൽ മാത്രമാണ് ഹൂസ് ടോട്ടൽ ഇൻകം ഇസ് ടാക്സബിൾ അറ്റ് റേറ്റ് ഹയർ ദാൻ MMRനേക്കാളും ഹയർ റേറ്റിൽ ടാക്സബിൾ ആയിട്ടുള്ള ഒരു മെമ്പർ അസോസിയേഷൻ ഓഫ് പേഴ്സൺസിൽ ഉണ്ടെങ്കിൽ ദ ടോട്ടൽ ഇൻകം ഓഫ് AOP ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2. അങ്ങനെയാണെങ്കിൽ AOPൻ്റെ ഇൻകം രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ദ ഷെയർ ഓഫ് ഇൻകം ഓഫ് ദ മെമ്പർ ഹൂസ് ടോട്ടൽ ഇൻകം ഇസ് അസസിബിൾ അറ്റ് റേറ്റ് ഹയർ ദാൻ MMR, അയാൾക്ക് ഈ AOPയിലുള്ള ഷെയർ എത്ര, അത് ആരുടെ ടോട്ടൽ ഇൻകം ആണോ ടാക്സബിൾ അറ്റ് റേറ്റ് ഹയർ ദാൻ MMR, അങ്ങനെയുള്ള അസസിക്ക് ഈ AOPയിലുള്ള ഷെയർ എത്രയാണ് എന്നുള്ളത് മാറ്റി അത് വേറെയും. ബാലൻസ് ടോട്ടൽ ഇൻകം ഓഫ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഷാൽ ബി അസസ്ഡ് അറ്റ് ടാക്സ് അറ്റ് മാക്സിമം മാർജിനൽ റേറ്റ്, ബാക്കിയുള്ളതിന് MMRും ചാർജ് ചെയ്യും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. അതായത് മെമ്പേഴ്സിൻ്റെ അസോസിയേഷൻ ഓഫ് പേഴ്സൺസിലുള്ള മെമ്പേഴ്സിൻ്റെ ഷെയർ അൺനോണും ഇൻഡിറ്റർമിനേറ്റും ആണെങ്കിൽ AOPനെ എങ്ങനെയാണ് അസസ് ചെയ്യുക. ഇനി അടുത്ത കേസ് നമുക്ക് പഠിക്കാനുള്ളത് വേർ ഷെയർ ഓഫ് മെമ്പേഴ്സ് ആർ നോൺ ഓർ ഡിറ്റർമിനേറ്റ്, നമുക്ക് അറിയാമെങ്കിൽ അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഓൾ ഫോർ ടുഡേ. Thank you.